ചോദ്യം നമ്പർ 4 ശ്രീ എം നൌഷാദ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, അരിയും വെളിച്ചെണ്ണയും മുളകും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താനും വിലക്കയറ്റം നിയന്ത്രിക്കാനും നിശ്ചയദാർഢ്യത്തോടെ സർക്കാർ നടത്തിയ ഇടപെടലുകൾ കാര്യക്ഷമവും ഫലപ്രദവുമായി. സർ, ഈ ഓണക്കാലത്ത് സംസ്ഥാനത്ത് 56.73 ലക്ഷം കാർഡുടമകൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. സർ, ഞാനതിൻ്റെ വിശദമായിട്ടുള്ള മറുപടി ടേബിൾ ചെയ്യാം. ശ്രീ എം നൌഷാദ്, കഴിഞ്ഞ ഓണം സന്തോഷകരവും ആനന്ദകരവും ആഹ്ലാദകരവുമായി ആഘോഷിക്കുന്നതിന് കേരളീയരെ സജ്ജരാക്കിയതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയ ഭക്ഷ്യവകുപ്പിനെയും സപ്ലൈകോയെയും ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുത്ത മന്ത്രിയെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എൻ്റെ ചോദ്യം, കഴിഞ്ഞ ഈ ഓണക്കാലത്ത് സപ്ലൈകോ വഴി എത്ര രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്? അതിൽ സബ്സിഡി ഇനത്തിൽ എത്രയാണ്, നോൺ സബ്സിഡി ഇനത്തിൽ എത്ര എന്ന കണക്ക് വ്യക്തമായി പറയാൻ കഴിയുമോ? സർ, 386 കോടിയിൽ പരം രൂപയുടെ വിൽപ്പന കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോ നടത്താൻ കഴിയും. സബ്സിഡി ഇനത്തിൽ 180 കോടി രൂപയുടെ വിൽപ്പന നടന്നു. നോൺ സബ്സിഡി ഇനത്തിൽ 206 കോടി രൂപയുടെ വിൽപ്പന നടന്നു. സർ, അത് അനുസൃതമായിട്ടുള്ള എല്ലാ ഗ്രാമങ്ങളിലും പോകാൻ കഴിയുന്ന സഞ്ചരിക്കുന്ന ഓണച്ചന്തകളടക്കം ഇത്തവണ ഓണത്തിന് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ഓണക്കാലത്ത് എല്ലാ കാർഡ് ഉടമകൾക്കും 25 രൂപ നിരക്കിൽ 20 കിലോ അരി വീതം നൽകുകയുണ്ടായി. അരിയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഈ പദ്ധതി തുടരാൻ കഴിയുമോ? സർ, ഈ പദ്ധതി തുടരുക എന്നത് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. സർ, കെ റൈസ് 8 കിലോ 33 രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ച 20 കിലോ 25 രൂപ നിരക്കിലും തുടരുക തന്നെ ചെയ്യും. ശ്രീ എ പ്രഭാകരൻ. സർ, ഇക്കഴിഞ്ഞ ഓണം ഗംഭീരമായി നടത്തുന്നതിന് സപ്ലൈകോയും സിവിൽ സപ്ലൈസും എടുത്ത നടപടികളെ ഞാൻ പ്രശംസിക്കുന്നു. സർ, പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ ചോദ്യം. ഈ സംഭരണ വർഷത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും എത്ര മെട്രിക് ടൺ നെല്ല് ശേഖരിച്ചു? അതിൻ്റെ വിലയായി കർഷകർക്ക് നൽകാനുള്ള തുക എത്ര? നൽകിക്കഴിഞ്ഞ തുക എത്ര? അതുപോലെ തന്നെ കേന്ദ്രം ഈ തുക ഇതിൽ എത്ര തുക കേന്ദ്രം തന്നു? ഇനി തരാൻ മൊത്തത്തിൽ എത്രയാണ് ബാക്കി? ഒറ്റ കാര്യം കൂടി ഇതിലൊരു ചോദ്യം ആഡ് ചെയ്യുന്നത്, PRS ഹാജരാക്കുന്ന മുറയ്ക്ക് പണം നൽകാൻ നടപടി എന്തൊക്കെ സ്വീകരിച്ചു? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും സർക്കാരിൻ്റെ കയ്യിൽ പരിപാടി ഉണ്ടോ എന്നാണ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിൽ 2024-25 സംഭരണ വർഷം 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. സാർ, 2,07,144 കർഷകരിൽ നിന്നായിട്ടാണ് സംഭരിച്ചത്. 1,645 കോടി രൂപ ഇതിന് വില വരുന്നു. സർ, ഇതിൽ 1,403 കോടി രൂപ കർഷകർക്ക് നൽകിക്കഴിഞ്ഞതാണ്. 242 കോടി രൂപ കർഷകർക്ക് നൽകുന്നതിന് സപ്ലൈകോ ബാങ്കുകളെ ഏൽപ്പിച്ചും കഴിഞ്ഞു. ഈ ആഴ്ച തന്നെ പൂർണ്ണമായും കർഷകർക്ക് അത് കൊടുത്തു തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് 2024-25 വർഷത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 1,645 കോടി രൂപയിൽ ഒരു പൈസയും ലഭിച്ചിട്ടില്ല. സാർ, പഴയ കുടിശ്ശിക 2017-18 മുതൽ ഉള്ള കുടിശ്ശിക 1,206 കോടി രൂപയും ലഭിക്കാനുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ 2,851 കോടി രൂപ. ശ്രീമതി ശാന്തകുമാരി ചുമതലപ്പെടുത്തിയ പ്രകാരം CH കുഞ്ഞമ്പു. സർ, സംസ്ഥാനത്തെ വിവിധ ഉന്നതികളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിന് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ, അത് മറ്റുൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടി ലഭ്യമാക്കുന്ന കെ സ്റ്റോറുകളാക്കി ഉയർത്തുവാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? സർ, അത് സംസ്ഥാനത്ത് ഇപ്പോൾ 2,135 കെ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സാർ, ഈ ഓണക്കാലത്ത് ഉൾപ്പെടെ ഈ കെ സ്റ്റോറുകളിൽ 32.17 കോടി രൂപയുടെ വിൽപ്പന കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളതിന് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പുതിയ ഒരു കാൽവയ്പ്പാണ്, നല്ല അനുകൂല നിലപാട് തന്നെയാണ്. സർ, ഈ സഞ്ചരിക്കുന്ന റേഷൻ കട പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കെ സ്റ്റോറുകൾ സഞ്ചരിക്കുന്ന കെ സ്റ്റോറുകളായി ഉന്നതികളിൽ എത്തിയാൽ അത് ആ മേഖലയിലെ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാകുമെന്നുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ട അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് പൂർണ്ണമായും പരിഗണിക്കുമെന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. ശ്രീ ജി സ്റ്റീഫൻ. സർ, ഇപ്രാവശ്യത്തെ ഓണക്കാലയളവ് സാധാരണക്കാരൻ്റെ കീശ ചോരാതെ ഓണം സമൃദ്ധമായി
ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എൻ്റെ ചോദ്യം, ഈ ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി എത്ര മെട്രിക് ടൺ അരി വിതരണം ചെയ്തു എന്നും ഏതെല്ലാം വിഭാഗക്കാർക്ക് എത്ര വീതമാണെന്നും വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, ഈ ഓണക്കാലത്ത് നമ്മൾ റേഷൻ കടകളിൽ സാധാരണ നൽകുന്ന അരിക്ക് പുറമെ, വിഹിതത്തിന് പുറമെ, പിങ്ക് കാർഡുകാർക്ക് 5 കിലോയും നീല കാർഡുകാർക്ക് 10 കിലോയും വെള്ള കാർഡുകാർക്ക് 15 കിലോയും 10 രൂപ 90 പൈസയ്ക്ക് നൽകുകയുണ്ടായി സാർ. മഞ്ഞ കാർഡിന് 35 കിലോ ധാന്യം ലഭിക്കുന്നതിന് പുറമെ 1 കിലോ പഞ്ചസാരയും നൽകി. സാർ, ഇത്തവണ ഓണം പ്രമാണിച്ച് 1,49,000 മെട്രിക് ടൺ അരി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒരു കോസ്റ്റ് കണക്ക് കൂട്ടിയാൽ, ഒരു 40 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ 598 കോടി രൂപയുടെ അരി നമ്മുടെ മാർക്കറ്റിലേക്ക് പോകേണ്ട ആളുകൾ പോകാതെ നമുക്ക് റേഷൻ കടയിലൂടെ ന്യായവിലയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാർ. ശ്രീ പി എസ് സുപാൽ. സാർ, ഈ ഓണക്കാലത്ത് വില നിലവാരം പിടിച്ചു നിർത്താൻ ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സാർ ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സാർ, ജനങ്ങൾക്കിത് വലിയ ആശ്വാസമായിരുന്നു. സാർ, അത് തുടരുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുവാൻ സർക്കാർ ഇനിയും ആ വില കുറയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. യെസ് സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാർ. ഈ കഴിഞ്ഞ നാളിൽ വളരെ വലിയ വിലവർധനവാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടായത്. ആ വെളിച്ചെണ്ണയുടെ വിലവർധനവ് കണ്ടുകൊണ്ട് തന്നെ കൃഷിമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം കൂടുകയും അവരുമായി ആലോചിച്ചതനുസരിച്ച് വിവിധ വിൽപ്പനക്കാരെ, മൊത്ത കച്ചവടക്കാരുടെ യോഗം ചേർന്ന് വലിയ ഇടപെടലാണ് നടത്തിയത്. അതിൻ്റെ ഫലമായി നമുക്ക് കുറച്ച് വില കുറയ്ക്കാൻ, ആശ്വാസം പകരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി സാർ. നമുക്ക് അത് എന്നു മാത്രമല്ല, സർക്കാരിൻ്റെ സപ്ലൈകോയിലൂടെ ശബരി വെളിച്ചെണ്ണ വളരെ വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചതോടുകൂടി പൊതുവിൽ മാർക്കറ്റിൽ വില കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി സാർ. അങ്ങനെ 339 രൂപയ്ക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ, ശബരി വെളിച്ചെണ്ണ സപ്ലൈകോയിലൂടെ കൊടുക്കുകയാണ് സാർ. അതിൻ്റെ വില 20-ാം തീയതി മുതൽ, ഈ വരുന്ന 20-ാം തീയതി കഴിഞ്ഞ് 22-ാം തീയതി തിങ്കളാഴ്ച മുതൽ 319 രൂപയ്ക്ക് നൽകാനുള്ള നിർദ്ദേശം കൊടുക്കും. അതുപോലെ നോൺ സബ്സിഡിയായി കൊടുക്കുന്ന ശബരി വെളിച്ചെണ്ണ 389 രൂപയ്ക്കാണ്. അത് 359 രൂപയ്ക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും സാർ. അതുപോലെ കേരഫെഡിൻ്റെ വെളിച്ചെണ്ണ 429 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്ന ഹോൾസെയിലായിട്ട്. അത് 419 രൂപ അവരുമായി സംസാരിച്ചുണ്ടാക്കിയ ധാരണ അനുസരിച്ച് 419 രൂപയ്ക്ക് ഹോൾസെയിൽ വില റീറ്റെയിലായിട്ട് തന്നെ കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തൂരപ്പരിപ്പിൻ്റെ വില 93 എന്നുള്ളത് 88 രൂപയ്ക്ക് കൊടുക്കാനും, ചെറുപയർ 90 രൂപ എന്നുള്ളത് 85 രൂപയ്ക്ക് കൊടുക്കാനും, ഇങ്ങനെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് കൊടുക്കും. 22-ാം തീയതി മുതൽ അടുത്ത മാസം വീണ്ടും വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്.